بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين. قل إني أخاف إن عصيت ربي عذاب يوم عظيم. قل الله أعبد مخلصا له ديني. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, 39-ാം അധ്യായമായ സൂറത്ത് സുമറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 8 ആയത്തുകൾ നാം പഠിച്ചു. 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യരാകുന്ന നമുക്ക് വല്ല ഉപദ്രവങ്ങളും ഇഷ്ടമില്ലാത്ത വല്ല കാര്യങ്ങളും ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആദരപൂർവം ഭക്തിപൂർവം ഇഖ്ലാസോടെ മടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ നാം ആവശ്യപ്പെടുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ റബ്ബിനോട് നാം പ്രാർത്ഥിച്ചത് അതിനെ മറന്നുകൊണ്ട് അല്ലാഹു അല്ലാത്ത സമന്മാരെ, പങ്കുകാരെ ആക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ അല്പം മാത്രമാണ് സുഖം കണ്ടെത്താൻ കഴിയുക. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവർ വേദനിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിനെ മറക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നക മിൻ അസ്ഹാബിൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാണ് എന്ന താക്കീതാണ് 8-ാമത്തെ ആയത്തിൽ അല്ലാഹു നൽകിയത്. എന്നാൽ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, 9-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, 8-ാമത്തെ ആയത്തിൽ പറഞ്ഞ പ്രയാസഘട്ടങ്ങളിൽ മാത്രം അല്ലാഹ് എന്ന് വിളിക്കുകയും അത് കഴിഞ്ഞാൽ അല്ലാഹുവിനെ മറക്കുകയും ചെയ്യുന്ന നരകത്തിന്റെ ആളുകളും അസ്ഹാബുൻ നാറും, എന്നാൽ ഏത് സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അല്ലാഹ് എന്ന് വിളിക്കുകയും അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ തിരുനോട്ടവും അവന്റെ സഹായവും എനിക്ക് ഉണ്ടാകുമെന്ന് കൃത്യമായി വിശ്വസിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളും അവർ രണ്ടുപേരും ഒരിക്കലും സമമാവുകയില്ല. രണ്ടുപേരും സമമാണോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. 9-ാമത്തെ ആയത്തിൽ എന്താ ചോദിക്കുന്നത് റബ്ബ്? അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. അങ്ങനെയുള്ള മനുഷ്യനാണോ ഉത്തമൻ? എങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം അല്ലാഹ് എന്ന് വിളിച്ച് അത് കഴിഞ്ഞ് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് അഭയം തേടുന്ന ആ മനുഷ്യനാണോ ഉത്തമൻ? അതല്ല, ഇങ്ങനെയുള്ള ഒരുത്തനാണോ? എങ്ങനെയുള്ള അമ്മൻ, ഒരുവനാണോ? ഹുവ, അവൻ ഖാനിതുൻ, വിനയപ്പെടുന്നവനാണ്, അവൻ ഏറെ ഭക്തി കാണിക്കുന്നവനാണ്. ആനാ അൽ ലൈലി, രാത്രി സമയങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തും ഉറങ്ങാത്ത റഹ്മാനായ റബ്ബിന് വേണ്ടി രാത്രി സമയങ്ങളിൽ താഴ്മ കാണിക്കുന്ന ഭക്തനും സാജിദൻ സുജൂദ് ചെയ്യുന്നവനായും വഖായിമൻ നിൽക്കുന്നവനായും
ഭക്തി കാണിക്കുന്ന ഒരുവനും ഇവർ രണ്ടുപേരും സമമാകുമോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. എങ്ങനെയാണ് അർദ്ധരാത്രിയിൽ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നവനായും നിൽക്കുന്നവനായും അവൻ ഭക്തി കാണിക്കുന്നത്? യഹ്ദറു, അവൻ ഭയപ്പെടുന്നു, അല്ലാഖിറത, പരലോകത്തെ ഭയപ്പെടുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മറക്കാൻ പറ്റില്ല. അള്ളാഹു അല്ലാത്തവരോട് എന്റെ പരാതികളും എന്റെ വേദനകളും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന ഭയപ്പാടോടുകൂടെയും വയർജു, അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു റഹ്മത റബ്ബി, തന്റെ നാഥന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സുജൂദിൽ കിടന്ന് അതേ പ്രകാരം നിന്ന് നമസ്കരിച്ച് റഹ്മാനായ റബ്ബിനോട് ഭക്തി കാണിക്കുന്ന ഭക്തനും പ്രതീക്ഷകളെല്ലാം മറ്റുപോയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം അള്ളാഹുവിനോട് തേടുന്നവനും രണ്ടുപേരും ഒരുപോലെയാകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പിന്നീട് ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഹൽ യസ്തവി, സമമാകുമോ, അല്ലദീന യഅലമൂന, അറിവുള്ളവരും, വല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്തവരും, ഒന്നും അറിയാത്തവരും അറിയുന്നവരും സമമാകുമോ? അഥവാ രണ്ടു കൂട്ടരും സമമാവുകയില്ല. ഖുർആൻ അറിഞ്ഞവരും ഖുർആൻ അറിയാത്തവരും, ഖുർആൻ പഠിച്ചവരും പഠിക്കാത്തവരും, നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും എല്ലാം ഒരുപോലെയാവുകയില്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ഇന്നമാ യതദക്കറു, തീർച്ചയായും ആലോചിക്കുക, ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. നിശ്ചയമായും ബുദ്ധിമാന്മാരെ ആലോചിച്ചു നോക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ ഇതിലൂടെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആപത്തുകൾ വരുമ്പോൾ മാത്രം അള്ളാഹുവെങ്കിലേക്ക് ഭക്തിയും പ്രാർത്ഥനയും നിസ്കാരവും ആരാധനകളുമായി അടുക്കുകയും, എന്നാൽ ആപത്തങ്ങ് നീങ്ങി നല്ല സുഖവും സന്തോഷവും ജോലിയും കുറച്ച് സൗഖ്യവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ മറന്ന് പിന്നീട് ആരാധനയ്ക്ക് നേരമില്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ മറ്റു ദൈവങ്ങളെയും മറ്റു ആരാധ്യ വസ്തുക്കളെയും സ്വീകരിക്കുകയും ചെയ്യുന്ന നന്ദികെട്ട അവിശ്വാസികളും ഏത് സമയത്തും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അവന്റെ സഹായത്തെയും പ്രതീക്ഷിച്ച് പരലോകത്ത് വെച്ച് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയും അവന്റെ കോപവും നേരിടുന്നതിനെ കുറിച്ച്, ഭയാനകരമാകുന്ന ആ ലോകത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗവും ഒരിക്കലും സമമാവുകയില്ല എന്ന കൃത്യമായ പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നൽകുന്നത്. അതുകൊണ്ട് നാം ഒന്നാമത്തെ വിഭാഗത്തിൽ ആവുകയല്ല, എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ആരും ഉൾപ്പെടാൻ പറ്റില്ല. മറിച്ച് 9ാമത്തെ ആയത്തിൽ പറഞ്ഞ ഏത് സമയത്തും സത്യവിശ്വാസികളാകുന്ന നാം സദാ അള്ളാഹുവിനെ ഭയപ്പെട്ട് റഹ്മാനായ റബ്ബിൽ പ്രതീക്ഷ, ആര് കൈയൊഴിഞ്ഞാലും എന്റെ റബ്ബെന്നെ സഹായിക്കാനുണ്ടാകും, എന്റെ രോഗം സുഖപ്പെടുത്താൻ, എന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകാൻ എന്റെ റബ്ബുണ്ടാകും എന്ന ശക്തമായ പ്രതീക്ഷയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അവനെ ആരാധിക്കാൻ വിശ്വാസികളാകുന്ന നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. قل നബിയെ, തങ്ങൾ പറയുക. എന്താണ് പറയേണ്ടത്? അല്ലാഹു പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ അങ്ങ് പറയുക, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന ആമനു, എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു, അഥവാ വിശ്വസിച്ചവരായ അടിമകളെ, നിങ്ങൾ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരും എന്ന ചിന്തയോടുകൂടെ ഹറാമുകളിലേക്ക് പോകാതെ, ഹറാമിനെ കുറിച്ച് ചിന്തിക്കാതെ, തെറ്റുകൾ കേൾക്കാതെ, തെറ്റുകൾ പറയാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്ന് വിശ്വാസികളാകുന്ന എന്റെ അടിമകളോട് പറയണം നബിയേ. ലില്ലദീന അഹ്സനു, പിന്നീട് അവരോട് പറയേണ്ടത് ലില്ലദീന അഹ്സനു, നന്മ പ്രവർത്തിച്ചവർക്കുണ്ട്, ഫീ ഹാദിഹി ദുനിയ, ഈ ഭൗതികമായ ജീവിതത്തിൽ, ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് ആരാണോ നന്മ പ്രവർത്തിച്ചത്, ആ നന്മ പ്രവർത്തിച്ചവർക്കുണ്ട് ഹസന, നന്മയുണ്ട്. ഏതൊരു നന്മയാകട്ടെ, അതെത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, ഏതൊരു നന്മകൾ ദുന്യാവിൽ വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ, ആ നന്മകൾക്ക് മുഴുവനും നാളെ പരലോകത്തെ ഹസന, അവർക്ക് നന്മയുണ്ട് എന്നവരോട് പറയണം. വല്ലാത്തൊരു സന്തോഷ വാർത്തയാണത്.
അല്ലാത്തൊരു സന്തോഷ വാർത്തയാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്ത് നന്മ ചെയ്താലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതൊരു നന്മകൾ നാം ചെയ്താലും തീർച്ചയായും അത് നമുക്ക് നഷ്ടമാവുകയില്ല. ആ നന്മ നമുക്ക് തിരിച്ച് ഇരട്ടിയായി അള്ളാഹു തആല തരും എന്ന സന്തോഷ വാർത്ത വിശ്വാസികൾക്ക് നൽകണം നബിയെ, അവരോട് പറയണം നബിയെ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. പിന്നീട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ഭൂമിയാകട്ടെ വാസിഅത്തുൻ, അത് വിശാലമാണ്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. നിങ്ങൾക്ക് നന്മ പ്രവർത്തിക്കാൻ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ സ്വൈര്യമില്ല, നിങ്ങൾക്ക് അവിടെ യഥാർത്ഥ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ജീവിക്കാൻ കഴിയണില്ലേ? നിങ്ങൾ അവിടെ നിൽക്കേണ്ട, നിങ്ങൾ പോയിക്കോളൂ അതിനെ പറ്റിയ ഇടത്തേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റിയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറ്റിയ ഭൂമി വിശാലമാണ്. വഅർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി അത് വിശാലമാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫ, തീർച്ചയായും അല്ലാഹു നിറവേറ്റി കൊടുക്കും, അസ്വാബിറൂന, ക്ഷമിക്കുന്ന ആളുകൾക്ക്, അജ്റുഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് ധാരാളമായ പ്രതിഫലം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരായ അടിമകളോട് പറയാനാ പറയണം, അഥവാ തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നമുക്കുള്ള സന്തോഷ വാർത്തയാണ്. വിശ്വാസികളോട് പറയാനാ പറയണത്, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് നന്മയുണ്ട്, അവർക്ക് നാളെ പരലോകത്ത് ആ നന്മ ഒരിക്കലും നഷ്ടമാവുകയില്ല. ആ നന്മ ചെയ്യാൻ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. അവർക്ക് ലോകത്ത് എത്ര ജനങ്ങൾ പെരുത്താലും ജനപ്പെരുപ്പമുണ്ടാകും, അതുകൊണ്ട് താമസിക്കാൻ ഇടണ്ടാകൂല. എങ്ങനെയാണ് അത്രയും ജനപ്പെരുപ്പം ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ എവിടെയാ എല്ലാവരും താമസിക്കുക? എന്ത് ഭക്ഷണ കഴിക്കുക? എന്ത് ജോലിയാ കിട്ടുക? ഇങ്ങനത്തെ ഒരു ആദിയും വേദനയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് തലപുണ്ണാക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയുന്നു. ഭൂമി ഏറെ വിശാലമാണ്. അത് സംവിധാനിച്ചിട്ടുള്ളത് എത്ര ആളുകൾ വന്നാലും എത്ര ആളുകൾ ഇവിടെ ജനിച്ചു വളർന്നാലും അവർക്കെല്ലാം താമസിക്കാൻ, അവർക്കെല്ലാം അവരുടെ ഉപജീവനം നടത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരാകണം. എവിടെ ജീവിക്കുകയാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നിടത്ത് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാവുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുക. കാരണം ഭൂമി വിശാലമായി കിടക്കുകയാണ്. അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളിൽ സഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുമ്പോൾ പരിഹാസങ്ങളും പ്രയാസപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, അവനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു തേടൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണമെന്നും, അങ്ങനെ ക്ഷമ സ്വീകരിച്ചാൽ അവർക്ക് ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത, വിചാരണ കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പ്രതിഫലം നൽകും എന്ന സന്തോഷ വാർത്ത അത് നമുക്ക് ആഹ്ലാദം നൽകുന്നതാണ്. തൗഹീദിന്റെ വക്താക്കൾക്ക് വല്ലാത്ത ആനന്ദം നൽകുന്ന ആയത്തുകളാണ് 10ാമത്തെ ആയത്ത്. 11 മുതൽ 14 വരെയുള്ള ആയത്തുകൾ ശക്തമായ ഒരു പ്രതിജ്ഞയാണ്. ജീവിതത്തിൽ ഒരിക്കലും ആ പ്രതിജ്ഞ അതിന് കോട്ടം തട്ടുന്ന ഒന്നും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു തആല ഇത് പറയുന്നതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായതല്ല. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയണം. അതൊരു ശക്തമായ പ്രഖ്യാപനമാണ്. നാളെ പരലോക വിജയത്തിന്റെ നിദാനം ഈ പ്രഖ്യാപനത്തിലൂടെയാണ്. എന്താണ് ആ പ്രഖ്യാപനം? 11ാമത്തെ ആയത്ത്, ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഖുൽ, നബിയെ പറയുക, ഇന്നി ഉമിർതു, നിശ്ചയമായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, അത് പറയണം. എന്ത്? ഇന്നി ഉമിർതു, നിശ്ചയമായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അഅ്ബുദ, ഞാൻ ആരാധിക്കുവാൻ, അല്ലാഹുവിനെ ആരാധിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഖ്ലിസൻ, അതേ അവനെ ശുദ്ധമാക്കിക്കൊണ്ട്, അദ്ദീനാക്കി, കീഴ്വണക്കം, ആരാധന അല്ലാഹുവിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ ഈ പ്രഖ്യാപനം നമുക്കും ബാധകമാണ്. എന്താണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്? ആരാധന അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ എന്നോടും നിങ്ങളോടും, ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം നമ്മോടുള്ള കൽപ്പനയാണ്. ഇത് നമ്മളും പ്രഖ്യാപിക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം 12ാമത്തെ ആയത്ത്, വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. വഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ലിഅൻ അകൂന, ഞാനായിരിക്കുവാൻ, അവ്വലൽ മുസ്ലിമീന,
മുസ്ലിമീങ്ങളിൽ അഥവാ കീഴൊതുക്കമുള്ളവനിൽ, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകൾക്കും കീഴൊതുങ്ങി ജീവിക്കുന്നവനിൽ ഒന്നാമനാകുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിം ആരാണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്നാമത്തെ മുസ്ലിം, ഈ സമുദായത്തിലെ, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്താ നമ്മോട് കൽപ്പിച്ചത്? എന്താണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്? മുസ്ലിമീങ്ങളിൽ പെട്ടവനാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി അവൻ എന്തൊന്ന് കൽപ്പിച്ചുവോ അത് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വിരോധനകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന യഥാർത്ഥ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളാകണം. പേരുകൊണ്ട്, തറവാട് കൊണ്ട്, മഹല്ല് കൊണ്ട്, സംഘടന കൊണ്ടുള്ള മുസ്ലിമീങ്ങളല്ല, മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമാകണം എന്ന് അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തത്, ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അളീം. മൂന്നാമത്തത്, ഖുൽ നബിയെ പറയുക. എന്താ പറയേണ്ടത്? എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ഖൗഫ്, ഭയം. അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. ഇന്നി, തീർച്ചയായും ഞാൻ. ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. എന്താ പേടിക്കുന്നത്? ഇൻ അസൈതു, ഞാൻ എതിര് ചെയ്താൽ, ഞാൻ അനുസരണക്കേട്, തെറ്റുകൾ ഞാൻ ചെയ്തു പോയാൽ, റബ്ബി, എന്റെ നാഥനോട്, എന്റെ രക്ഷിതാവിനോട് ഞാൻ തെറ്റ് ചെയ്തു പോയാൽ, അദാബ യൗമിൻ, ഞാൻ പേടിക്കുന്നത് അദാബ യൗമിൻ, ഒരു ദിവസത്തിലെ ശിക്ഷയാണ്. അളീമുൻ, വമ്പിച്ച ദിവസത്തിലെ ആ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു എന്ന് അവരോട് പറയുക. ഇന്നി അഖാഫു അൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അളീം. നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് ധിക്കാരം, എതിര് പ്രവർത്തിച്ചാൽ ഒരു വമ്പിച്ച ദിവസത്തിലെ ശിക്ഷയെ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുക. ഇത് നമുക്കും ഉണ്ടാകേണ്ടതാ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാ. അള്ളാഹു നമ്മോട് കൽപ്പിച്ച ധാരാളം കൽപ്പനകളുണ്ട്, അള്ളാഹു നമ്മോട് വിരോധിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ആ കൽപ്പനകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കാരികളായി, പോക്കിരികളായി, തെമ്മാടികളായി ഞാനും നിങ്ങളും ജീവിച്ചാൽ വമ്പിച്ച ഒരു ദിവസം, യൗമുൻ അളീം, വമ്പിച്ച ഭയാനകരമായ, ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ഭയാനകരമായ ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയണം. അള്ളാഹുവിന്റെ റസൂല് പോലും ആ ദിവസത്തെ ഭയപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഭയാനകരമായ നാളിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ നടന്നാൽ എത്രമാത്രം ആ ശിക്ഷയെ, ആ നരകത്തിനെ ഞാനും നിങ്ങളും ഭയപ്പെടണം. അതുകൊണ്ട് ആ ദിവസങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് തെറ്റുകൾ ചെയ്യാതെ, അനുസരണക്കേട് കാണിക്കാതെ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം എന്ന സന്ദേശമാണ്, എന്ന താക്കീതാണ് 13-ാമത്തെ ആയത്തിൽ. 14-ാമത്തെ ആയത്തിൽ, 11-ാമത്തെ ആയത്തിൽ പറഞ്ഞതിനെ ഒന്നുകൂടെ വീണ്ടും അതിന്റെ ഗൗരവം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഒന്നുകൂടെ എടുത്തുദ്ധരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് തന്നെയാണ് 11-ാമത്തെ ആയത്തിൽ ആ പ്രതിജ്ഞ. എന്താണ് 11-ാമത്തെ ആയത്തിൽ പറഞ്ഞത്? കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഞാൻ അവനെ ആരാധിക്കുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 14-ാമത്തെ ആയത്തിലോ, ഖുൽ നബിയെ, വീണ്ടും പറയണം. അത്രയും ശക്തമാണ് അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നത്. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ, തങ്ങൾ പറയുക, അല്ലാഹുവിനെ തന്നെ ഞാൻ ആരാധിക്കുന്നു, അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മുഖ്ലിസൻ ലഹു, അവനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട്, ദീനി, എന്റെ മതം, എന്റെ കീഴ്വണക്കം റഹ്മാനായ റബ്ബിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിനെ തന്നെ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൽപ്പനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് നമ്മളും പ്രഖ്യാപിക്കുക. 11-ാമത്തെ ആയത്ത് മുതലുള്ള ഈ പ്രതിജ്ഞ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എൻ്റെ ആരാധന അള്ളാഹുവിന് മാത്രമാക്കുന്നുണ്ടോ? അതല്ല, അള്ളാഹു അല്ലാത്തവരിൽ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ഞാൻ പോകുന്നുണ്ടോ? ശിർക്ക് വല്ല കാരണവശാലും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ? ഇസ്ലാമിന് നിരക്കാത്ത, മുസ്ലിം എന്ന ആ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല വിശ്വാസങ്ങളും, വല്ല അപജയങ്ങളും, വല്ല പുഴുക്കുത്തുകളും എൻ്റെ വിശ്വാസത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചാൽ നാളെ പരലോകം വരാനുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ നരകമുണ്ട്, അവിടെ ശിക്ഷയുണ്ട് എന്ന ആ ഭയപ്പാടോടുകൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നതിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് ഈ ആയത്തുകൾ പ്രചോദനമാകുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ, തഖ്വയുള്ളവരിൽ, അള്ളാഹുവിന്റെ സ്വർഗ്ഗം നേടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി